ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്ന ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻ കോൺഗ്രസ് ഏപ്രിൽ 10 മുതൽ 14 വരെ തൃശൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കും. അഭിവന്ദ്യ പിതാക്കന്മാരുടെ മഹനീയ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്ന ഈ അന്തർദേശീയ സംഗമം മിഷനെ അറിയാനും സ്നേഹിക്കാനും വളർത്താനും കേരള സഭയ്ക്ക് ലഭിക്കുന്ന അവസരമാണ്. അഖിലേന്ത്യാ തലത്തിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ മിഷൻ കേന്ദ്രങ്ങൾ തങ്ങളുടെ മിഷനെ പരിചയപ്പെടുത്തുന്ന നിരവധി സ്റ്റാളോടുകൂടിയ അതിവിപുലമായ എക്സിബിഷൻ മിഷനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്കായി മലയാളത്തിലും ഇംഗ്ലീഷിലും സംഘടിപ്പിക്കുന്ന മിഷൻ ധ്യാനം, വ്യത്യസ്ത സംസ്കാരത്തിലുള്ള മിഷൻ കേന്ദ്രങ്ങൾ അവതരിപ്പിക്കുന്ന കൾച്ചറൽ എക്സ്ചേഞ്ച് പരിപാടികൾ, വിവിധ റീത്തുകളിലുള്ള പിതാക്കന്മാരുമായി തുറന്നു സംസാരിക്കാൻ വേദിയൊരുക്കുന്ന മീറ്റ് ദി ബിഷപ്പ് തുടങ്ങി നിരവധി പരിപാടികളാണ് 5ാമത് GGM മിഷൻ കോൺഗ്രസിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ദിവസവും വിവിധ റീത്തുകളിലെ അഭിവന്ദ്യ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെടുന്ന വിവിധ ഭാഷകളിലുള്ള വിശുദ്ധ ബലിയോടെ ആരംഭിക്കുന്ന മിഷൻ കോൺഗ്രസിൽ വൈദികർ, സിസ്റ്റേഴ്സ്, ബൈബിൾ എഴുതി പൂർത്തിയാക്കിയവർ, സെമിനാരിക്കാർ, ആത്മായ ശുശ്രൂഷകർ, കാറ്റക്കിസം അധ്യാപകർ, കാറ്റക്കിസം വിദ്യാർത്ഥികൾ, യുവാക്കൾ, ജോലിയിൽ നിന്ന് വിരമിച്ചവർ, ഹിന്ദി സംസാരിക്കുന്നവർ, വലിയ കുടുംബങ്ങൾ, ഡോക്ടേഴ്സ് തുടങ്ങിയവർക്കായി വ്യത്യസ്ത കൂട്ടായ്മകൾ വിവിധ ദിവസങ്ങളിലായി ഒരുക്കിയിരിക്കുന്നു. സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഏപ്രിൽ 10-ാം തീയതി രാവിലെ 9 മണിക്ക് വിശുദ്ധ ബലി അർപ്പിച്ച് ആരംഭിക്കുന്ന 5ാമത് GGM മിഷൻ കോൺഗ്രസിൽ കർദിനാൾ എമിരിറ്റസ് ജോർജ് ആലഞ്ചേരി, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ബിഷപ്പ് ടോണി നീലങ്കാവിൽ, ആർച്ച് ബിഷപ്പ് ജോൺ മുലച്ചിറ, ബിഷപ്പ് ചാക്കോ തോട്ടുമാരിക്കൽ, ബിഷപ്പ് തോമസ് മാർ അന്തോണിയോസ്, ബിഷപ്പ് ജോൺ നെല്ലിക്കുന്നേൽ, ബിഷപ്പ് മാർ തോമസ് തറയിൽ, ആർച്ച് ബിഷപ്പ് വിക്ടർ ലിങ്ദോ, ആർച്ച് ബിഷപ്പ് തോമസ് മേനാമ്പറമ്പിൽ, ബിഷപ്പ് ജോൺ തോമസ്, ബിഷപ്പ് PK ജോർജ്, ബിഷപ്പ് തോമസ് പുല്ലോപ്പള്ളിൽ, ബിഷപ്പ് ജെയിംസ് തോപ്പിൽ, ബിഷപ്പ് വിൽബർട്ട്, ബിഷപ്പ് സിൽവസ്റ്റർ പൊന്നുമുത്തൻ, ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ, ബിഷപ്പ് അലക്സ് വടക്കന്തല തുടങ്ങി നിരവധി അഭിവന്ദ്യ പിതാക്കന്മാർ ദിവ്യബലി അർപ്പിക്കാനും മറ്റ് പരിപാടികൾക്ക് നേതൃത്വം നൽകാനും മിഷൻ കോൺഗ്രസിലുണ്ടായിരിക്കും. മിഷൻ കോൺഗ്രസ് 3ാം ദിനമായ ഏപ്രിൽ 12 വെള്ളിയാഴ്ച മിഷൻ ഡേ ആയി പ്രത്യേകം ആഘോഷിക്കും. ഫാദർ ദേവസ്യ കാനാട് CMI നേതൃത്വം നൽകുന്ന ദിവ്യകാരുണ്യ സൗഖ്യ ആരാധന നൈറ്റ് വിജിൽ അന്നേ ദിനത്തിൻ്റെ എടുത്തു പറയത്തക്ക സവിശേഷതകളിലൊന്നാണ്. ഏപ്രിൽ 14 ശനിയാഴ്ച ബിഷപ്പ് മാർ തോമസ് തറയിൽ നയിക്കുന്ന കാറ്റക്കിസം അധ്യാപകർക്കുള്ള കൂട്ടായ്മ അധ്യാപകർക്ക് ഒരു പുതുദിശാബോധം നൽകുമെന്നുറപ്പാണ്. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മ്യൂസിക് ബാൻഡുകൾ ഈ മിഷൻ മഹാസംഗമം സംഗീത സാന്ദ്രമാക്കും. ബൈബിൾ ചരിത്രവും വിവിധങ്ങളായ ബൈബിൾ ശേഖരവും ചിത്രങ്ങളിലൂടെയും വിവരണങ്ങളിലൂടെയും അവതരിപ്പിക്കുന്ന അതിവിപുലമായ ബൈബിൾ എക്സ്പോ, വിശ്വാസികളിൽ മിഷൻ തീക്ഷ്ണത വർദ്ധിപ്പിക്കാനുതകുന്ന ഷോർട്ട് ഫിലിമുകൾ പ്രദർശിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റ്, ഭാരതത്തിനകത്തും പുറത്തും സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന മിഷണറിമാരെ ആദരിക്കുന്ന മിഷൻ അവാർഡ് സെറിമണി എന്നിവ മിഷൻ കോൺഗ്രസിൻ്റെ ആകർഷക ഘടകങ്ങളിൽ ചിലതാണ്. ആത്മീയ ഭൗതിക മേഖലകളിൽ സമ്പന്നമായ കേരള സഭാമക്കൾക്ക് ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങളുടെ പരിമിതികൾ പരിചയപ്പെടുത്തുന്നതായി 2017 പരിശുദ്ധാത്മ പ്രേരിതമായി ആദ്യത്തെ മിഷൻ കോൺഗ്രസ് നടത്തിയതെന്ന് ഫിയാത്ത് മിഷണറിമാർ പറയുന്നു. ഇതുവഴി ഭാരതസഭയ്ക്കുണ്ടായ അനവധിയായ നന്മകളാണ് മിഷൻ കോൺഗ്രസുകൾ തുടർന്നും സംഘടിപ്പിക്കാൻ പ്രേരകമായത്. മിഷൻ കോൺഗ്രസിലെ എക്സിബിഷൻ വഴി മിഷനിലെ നേർചിത്രങ്ങൾ ഹൃദയത്തിൽ പകർത്തിയ പല കുട്ടികളും യുവാക്കളും വൈദികരും സന്യസ്തരുമാകാൻ തീരുമാനമെടുക്കുകയുണ്ടായി. മിഷൻ ധ്യാനത്തിൽ സംബന്ധിച്ച പല ആത്മായരും ജീവിതകാലയളവിൽ കുറച്ചുനാളെങ്കിലും മിഷനിൽ ശുശ്രൂഷ ചെയ്യുവാൻ അനവധി ഗ്രാമീണ ദേവാലയങ്ങൾ മിഷനിൽ നിർമ്മിക്കപ്പെടാൻ മിഷൻ കോൺഗ്രസുകൾ നിമിത്തമായി. മിഷൻ പ്രദേശങ്ങളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുവാൻ മിഷൻ കോൺഗ്രസ് സന്ദർശിച്ച ആബാലവൃദ്ധം ജനങ്ങൾക്ക് സാധിച്ചു.